നീണ്ട 5 വർഷക്കാലമാണ് സഖാവ് VS തൻ്റെ അവസാന നാളുകൾ പിന്നിട്ടത്. എന്നിട്ടും ഇന്നലെ നമ്മളോടൊപ്പം ഒരുമിച്ചിരുന്ന് സംസാരിച്ച ഒരാൾ വേർപെടുമ്പോൾ ഉണ്ടാകുന്ന അതേ മാനസികാവസ്ഥയോടുകൂടിയാണ് ഈ കേരളം ഒരൊറ്റക്കെട്ടായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഒത്തുചേർന്നു. അതൊരു അഭൂതപൂർവമായ അനുഭവം തന്നെയായിരുന്നു. ഒരു നൂറ്റാണ്ട് കാലത്തെ സക്രിയമായ ജീവിതം, അതിൻ്റെ അവസാനം ഈ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വികാരനിർഭരമായ ഒരു യാത്രയെപ്പാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ധീരരായ രക്തസാക്ഷികളും ത്യാഗധനന്മാരായ നേതാക്കന്മാരും നമ്മളെ വിട്ടുപിരിയുമ്പോൾ നമ്മൾ ഉറക്കെ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്: ഇല്ല, നിങ്ങൾ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. പ്രിയപ്പെട്ട സഖാവ് VSനെ ഓർമ്മിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒരു വർഷമാണ് നാം പിന്നിട്ട ഈ ഒരു വർഷക്കാലം VS നമ്മളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം നല്ല ബോധത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന കാലത്തേതുപോലെ സജീവമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഇതുപോലെ അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്നാണ് സഖാവ് VSനെ അനുസ്മരിക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ തോന്നും. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്കതിനുത്തരവും സഖാവ് VS നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പിന്നീട് പൊളിറ്റ് ബ്യൂറോ അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവും എല്ലാമായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഇടപെട്ടതുപോലെ ഇടപെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം എത്ര കണ്ട് പ്രതികൂലമായിരിക്കുന്നുവോ, എത്ര കണ്ട് പ്രയാസകരമായിരിക്കുന്നുവോ, എത്ര കണ്ട് അപ്രതീക്ഷിതമായിരിക്കുന്നുവോ, എത്ര കണ്ട് അവിശ്വസനീയമായിരിക്കുന്നുവോ, അത്തരം ഒരു സാഹചര്യത്തിന് ഇടവരുമായിരുന്നില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട്? അതിനൊരു ഉത്തരമേ ഉള്ളൂ. ഈ പാർട്ടിയോടൊപ്പം അണിനിരന്നിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന, മനസ്സിലേറ്റിയ നേതാവായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അതൊരു വ്യക്തി തൻ്റെ പ്രശ്നത്തെക്കുറിച്ചാവട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ചാവട്ടെ, അതല്ലെങ്കിൽ ഈ നാടിനെ കുറിച്ചാവട്ടെ, അതെന്തു തന്നെയായിരുന്നാലും അദ്ദേഹം ഏറ്റവും നല്ലൊരു ശ്രോതാവായിരുന്നു. ക്ഷമയോടെ കേൾക്കുന്ന, പറയാൻ വന്നവന്റെ പരാതിയാവട്ടെ, അവന്റെ ആശയമാവട്ടെ, അഭിപ്രായമാവട്ടെ, അതെന്തു തന്നെയായിരുന്നാലും തനിക്ക് ഇഷ്ടപ്പെട്ടതാവട്ടെ ഇഷ്ടപ്പെടാത്തതാവട്ടെ ഒരു ഭാവഭേദവുമില്ലാതെ നിശബ്ദനായിട്ട് അത് മുഴുവനും കേൾക്കും. തുടർന്ന് അദ്ദേഹം നടത്തുന്ന പ്രതികരണം
ഒരു ദുരിതം അനുഭവിക്കുന്നവൻ്റെ ആശങ്ക അകറ്റാനും അവൻ ആത്മവിശ്വാസം നൽകാനും ഉതകുന്നതായിരുന്നു. തൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ഒരു കുടുംബത്തിൻ്റെ ഭാരം ജ്യേഷ്ഠനോടൊപ്പം പങ്കുവെച്ച് ജീവിതത്തിൻ്റെ ആദ്യ നാളുകൾ പിന്നിടുമ്പോൾ തന്നെ ആലപ്പുഴയിലെ രാഷ്ട്രീയം, കയർ തൊഴിലാളികളുടെ രാഷ്ട്രീയം, കർഷക തൊഴിലാളികളുടെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയമായിരുന്നു സഖാവ് വി.എസ്. അച്യുതാനന്ദന്റെ ജീവിതം. അവരുടെ ജീവിത പ്രശ്നങ്ങളായിരുന്നു വി.എസ്. അച്യുതാനന്ദന്റെ ശ്വാസോച്ഛ്വാസം. ആ ജീവിതമുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് നിസ്വനായ ഒരു പോരാളിയുടെ പോരാട്ട വീര്യമായിരുന്നു. എത്രമേൽ പ്രായാധിക്യം കൊണ്ട് ശരീരം അവശതയിലായപ്പോഴും തൻ്റെ ബോധം തൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിനനുസരിച്ച് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ തനിക്ക് ശരിയെന്ന ബോധ്യമുള്ളിടത്ത് ഉറച്ച നിലപാട് സ്വീകരിക്കാൻ സഖാവ് വി.എസിന് എന്നും സാധിച്ചു. ആ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം നമ്മളെ വേർപെട്ട് 1 വർഷം തികയുമ്പോഴേക്കും തന്നെ അതെത്രമേൽ നമുക്ക് അനിവാര്യമായിരുന്നു എന്ന് നിമിഷം നമ്മൾ തിരിച്ചറിയുക. നമ്മളാരെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരായത് മാനിഫെസ്റ്റോ വായിച്ചാണ്? ഞാനങ്ങനെ കരുതുന്നില്ല. എൻ്റെ മുൻപിൽ കുറേ സഖാക്കളിരിക്കുന്നു. ഈ നാട്ടിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. മാനിഫെസ്റ്റോ വായിച്ചാണോ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആയത്? ദാസ് ക്യാപിറ്റൽ വായിച്ചാണോ നമ്മൾ അടിയുറച്ച പാർട്ടി പ്രവർത്തകരായി മാറിയത്? രണ്ടുമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ എന്തായാലും അങ്ങനെയല്ല. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ അവർ നേരിടുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൽ ആരാണ് അവർക്ക് സഹായികളായി വരുന്നത്? അത് പട്ടിണിയായാലും, അത് പകർച്ചവ്യാധിയായാലും, അതോർക്കാപ്പുറത്ത് വന്നു കയറുന്ന ദുരന്തമുഖത്തായാലും ഓടിയെത്താനും ഒരു ആശ്വാസം പകരാനും തയ്യാറാകുന്ന മനുഷ്യരെ ഞാൻ തിരിച്ചറിഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരായ, നിങ്ങൾ തിരിച്ചറിഞ്ഞതും കമ്മ്യൂണിസ്റ്റുകാരായ അവരാണ് നമ്മളെയെല്ലാം ഈ പാർട്ടിയോടൊപ്പം നിലനിർത്തുന്നതും മുൻപോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ പോകുമ്പോൾ നമ്മൾ അടിസ്ഥാന തത്വശാസ്ത്രങ്ങൾ പഠിക്കാനും കൂടുതൽ അവഗാഹം നേടാനും മികച്ച കേഡർമാരായി മാറാനുമൊക്കെ ശ്രമിക്കുകയും സാധിക്കുകയും ചെയ്യും എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ നമ്മുടെ എല്ലാം വലിയ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് ജനങ്ങളുടെ നേതാവായി തീരാൻ സാധിക്കും. അതിൽ നിന്ന് വേറിട്ടൊരു ജീവിതം, അതിൽ നിന്ന് വേറിട്ട ഒരു തലം നമുക്കുണ്ട് എന്ന് ധരിച്ചാൽ, അത് അധികാരമായാലും അത് സമ്പത്തായാലും അത് മറ്റെന്തു തന്നെയായിരുന്നാലും അതൊരിക്കലും ജനങ്ങൾക്ക് സന്തോഷവും ആശ്വാസവും ആത്മവിശ്വാസവും പകരാൻ സാധിക്കുന്ന ഒന്നായിരിക്കില്ലെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകും. അതുണ്ടാവാൻ ഏറ്റവും ഉചിതമായത് ഈ പൊതുസമൂഹത്തിൽ ഏറ്റവും സാമ്പത്തികമായിട്ട് താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്നു സമൂഹത്തിലോ മറ്റേതെങ്കിലും ഒരു തലത്തിലോ
അവകാശപ്പെടാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു പാരമ്പര്യത്തിൻ്റെ ഉടമയുമായിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ. പക്ഷെ അദ്ദേഹം ഒന്നിനുടമയായിരുന്നു. അദ്ദേഹം മനുഷ്യരെ മനസ്സിലാക്കുന്നതിൽ മറ്റാരേക്കാളും മുൻപന്തിയിൽ നിന്നിരുന്നു. ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് പറയാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ചേർത്ത് പറയാൻ സാധിക്കുന്നത് അണുവിടെ വിട്ടുവീഴ്ചയില്ലാത്തൊരു പോരാട്ട വീര്യമാണ്. ഇത് രണ്ടും ചേരുന്നതാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ. പ്രിയപ്പെട്ട സഖാക്കളെ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തെ അടുത്ത് കാണാനും സംസാരിക്കാനും ഒക്കെ എനിക്ക് അവസരം ഉണ്ടായത് ആ സന്ദർഭത്തിലാണ്. സഖാവ് വി എസ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ അവസരമുണ്ട്. ഒരു ചെറിയ അനുഭവത്തിലൂടെ സഖാക്കളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ശൈലി എന്താണ്. അന്ന് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. സഖാവ് നായനാർ മുഖ്യമന്ത്രിയാണ്. VS പാർട്ടി സെക്രട്ടറിയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഊഹിക്കാം, SFI സമരരംഗത്തൊക്കെ വളരെ കുറച്ച് ഭരണമുള്ളത് കൊണ്ട് തന്നെ പരിമിതികളുണ്ടാവും. എന്നാൽ ഈ പരിമിതി ഉണ്ടാവുമ്പോഴും കണ്ണൂർ ഏതാണ്ട് 40 ദിവസത്തിലധികം ഒരു സമരം നീണ്ടു. അത് കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിന് സ്വന്തമായി ഒരു കെട്ടിടം വേണം എന്ന ആവശ്യത്തെ ചൊല്ലിയായിരുന്നു. അന്ന് കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ ടൗൺ സ്കൂൾ പ്രവർത്തിക്കുന്ന ആ സ്കൂളിന് ആവശ്യമില്ലാത്ത ക്ലാസ് മുറികൾ 6 എണ്ണം ഉണ്ടായിരുന്നു. ആ ക്ലാസ് മുറികളിലാണ് കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചത്. ഏതാണ്ട് 8 വർഷം പിന്നിട്ടിട്ടും സ്വന്തമായി ഒരു കെട്ടിടമില്ല ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിക്കാനേ സാധിക്കുന്നില്ല. ആ സമയത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. വിദ്യാർത്ഥികൾ സമരം ആരംഭിക്കുന്നത്. SFIയും സമരരംഗത്ത് നിൽക്കുന്നു. സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി TN ജയചന്ദ്രൻ IAS-കാരനാണ്, സീനിയർ IAS കേഡറാണ്. അദ്ദേഹത്തെ കണ്ട്, അദ്ദേഹം മുമ്പ് കോഴിക്കോട് സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. ആ ഒരു സൗഹൃദം കൊണ്ട് വിദ്യാർത്ഥി നേതാവെന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഈ പ്രയാസമൊക്കെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തൻ്റെ പാർട്ടിക്കാർ വിചാരിച്ചാൽ ഇതിന് പരിഹാരമാവും. ഒരു നിമിഷത്തെ തീരുമാനമേ വേണ്ടു. പക്ഷെ ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട. അദ്ദേഹം ഗവൺമെൻറ് സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞു, അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് നിലവിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളും പോളിടെക്നിക്കുകളും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ ഒരു തുക സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ആ തുക ഈ ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തൃക്കാക്കര പുതിയ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കാൻ. ഞാൻ അതിനകത്ത് എതിരഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കാൻ ആ തുക ഉപയോഗിച്ചുകൂടാ. നിലവിലുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിന് സൗകര്യം മെച്ചപ്പെടുത്താൻ മാത്രം കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച തുകയാണ്. ഇതെവിടെയാണ് തൃക്കാക്കര? അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും, ധനകാര്യ വകുപ്പ് മന്ത്രി വിശ്വനാഥ മേനോനാണ്, വിദ്യാഭ്യാസ മന്ത്രി K ചന്ദ്രശേഖരനാണ്. അവർക്ക് രണ്ടുപേർക്കും താല്പര്യമുള്ള ഒരിടമാണ് തൃക്കാക്കര. അതുകൊണ്ട് തൃക്കാക്കരയിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പുതുതായിട്ട് ആരംഭിക്കാൻ വേണ്ടി ഈ തുക വിനിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തെറ്റായ ഒരു തീരുമാനമാണ്. നിങ്ങൾ അത് തിരുത്താൻ ഇടപെടണം. ഞാൻ ചോദിച്ചു, ഞാനിതിനെന്താ ചെയ്യുക? അല്ല, നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി, എനിക്കതൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അന്ന് സഖാവ് EMSൻ്റെ മകൻ സഖാവ് അനിയൻ, അദ്ദേഹമായിരുന്നു വിശ്വനാഥ മേനോൻ്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി. അനിയേട്ടനുമായിട്ട് നല്ല വ്യക്തിബന്ധമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പോയി കണ്ടു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒന്ന് മിനിസ്റ്ററെ കയറി കാണും. അപ്പം അദ്ദേഹമായിട്ട് എനിക്ക് അങ്ങനെ വ്യക്തിപരമായ ബന്ധവും പരിചയമൊന്നുമില്ല. അപ്പം ഞാൻ SFIയുടെ ഭാരവാഹിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു. അനിയേട്ടൻ പരിചയപ്പെടുത്തി കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നില്ല. എന്തായാലും എനിക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കടുത്ത നിരാശയായി. ഇപ്പോൾ പുറത്തിറങ്ങി ഞാൻ അനിയേട്ടനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് മിനിസ്റ്റർ പറഞ്ഞത്, ഞാനിനിയിപ്പോൾ എന്താ ചെയ്യാം?
ഒരല്പം ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോയി പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞു. ഞാൻ വീഴാതെ കേൾക്കാതെ അടുത്ത നിമിഷം AKG സെൻറ്ററിലേക്ക് എത്തി. VS കണ്ടു. ഞാൻ മുമ്പ് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് SFIയുടെ ഭാരവാഹി എന്ന നിലയിൽ. ഞാൻ ഇത് മുഴുവൻ ഒരൊറ്റ ശ്വാസത്തിൽ ഈ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു. കണ്ണൂർ നടക്കുന്ന സമരവും അന്ന് ഈ ഫോണ് കുത്തിയിട്ട് എടുത്തിട്ട് അടുത്ത PABX പറയുകയാണ് വേണ്ടത്, എവിടെയാണ് വിളിക്കേണ്ടത്. AK സെൻട്രൽ സംവിധാനങ്ങൾ. അപ്പം അദ്ദേഹം അവിടെ ഫോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന ഉണ്ണി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു, ആ അനിയനെ ഒന്ന് കണക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറി. അനിയേട്ടനെ കണക്ട് ചെയ്തു. അദ്ദേഹം എടുത്ത പാടെ പറഞ്ഞു, ആ ജെയിംസ് നിങ്ങളെ കാണാൻ വന്നിരുന്നു. എന്താണ് അപ്പുറത്തു നിന്നുള്ള മറുപടി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അടുത്ത വാക്ക് ഇതായി, അയാൾ പറഞ്ഞ കാര്യത്തിലുള്ള ആ ഫയല് മുഴുവൻ എടുത്ത് AKG സെൻറ്ററിൽ വന്ന് എന്നെ കാണിച്ചിട്ട് ഇന്ന് വീട്ടിൽ പോയാൽ മതി, എന്നിട്ടേ നിങ്ങൾ പോകാവൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുതല്ലാത്ത ആശങ്കയും. കാരണം പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്, മന്ത്രി, EMSന്റെ മകനാണ് അനിയേട്ടൻ. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ വന്ന് പറഞ്ഞ് ആകെ പുലിവാലായോ എന്നാണ് ഞാൻ ഭയപ്പെട്ടത്. പക്ഷെ അന്ന് രാത്രി ഒരു 9 മണിയാവുമ്പോഴേക്കും ഇതുപോലെ മൊബൈൽ ഫോണൊന്നുമില്ല, SFIയുടെ ആഫീസും ഇല്ല സ്വന്തമായിട്ട്. പക്ഷെ MLA ക്വാർട്ടേഴ്സിൽ AK പത്മനാഭ മാഷെ മുറിയിലാണ് ഞങ്ങളൊക്കെ താമസിക്കുക. അവിടേക്ക് ഫോണ് വന്നു. അനിയേട്ടൻ പറഞ്ഞു, കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിന് 2 കോടി രൂപ അനുവദിക്കാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വലിയ പാഠവും അനുഭവമായിരുന്നു. ഞാൻ ഒരു കാര്യവും കൂടി പറഞ്ഞ്, അത്തരം വ്യക്തിപരമായ അനുഭവങ്ങളെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒറ്റ കാര്യം കൂടി പറയുകയാണ്. അത് കണ്ണൂർ സെൻട്രൽ ജയിലിലൊരു അനുഭവം. VS മുഖ്യമന്ത്രി സെൻട്രൽ ജയിലിൻ്റെ മുമ്പിലൂടെ കണ്ണൂരിലൊരു പരിപാടിക്ക് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർ ധീരരായ കയ്യൂർ രക്തസാക്ഷികളെ കുറിച്ചും അവർ തൂക്കിലേറ്റപ്പെട്ടതിനെ കുറിച്ചുമെല്ലാം ഇങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു. അധികം താമസിയാതെ എന്ന് പറഞ്ഞാൽ ആഴ്ചകൾക്കിടയിൽ സംസ്ഥാന ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു, കയ്യൂർ രക്തസാക്ഷികൾക്കൊരു സ്മാരകം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിർമ്മിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അന്നത്തെ ജയിൽ DGP MGA രാമൻ അദ്ദേഹത്തോട് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടു ഇതിൻ്റെ റിപ്പോർട്ട് തരാൻ. ഈ ജയിൽ DGP പറഞ്ഞു, അങ്ങനെ ഒരു കീഴ്വഴക്കം ജയിലിലില്ല. ജയിലിൽ അനേകരെ തൂക്കിലേറ്റപ്പെട്ടിട്ടുണ്ട്. ജയിലിൽ കുറ്റവാളികളെയാണ് തൂക്കിലേറ്റുന്നത്. കൊടും കുറ്റവാളികൾക്കാണ് വധശിക്ഷ വിധിക്കുന്നത്. അങ്ങനെ വധശിക്ഷ വിധിക്കപ്പെട്ട് വധശിക്ഷയുടെ ഭാഗമായിട്ട് തൂക്കിലേറ്റപ്പെട്ടവർക്ക് സ്മാരകം ജയിലിനകത്ത് പണിയുക എന്നുള്ളത് അസാധ്യമാണ്. പക്ഷെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സഖാവ് കോടിയേരിയുമായി ആലോചിച്ച് അപ്പോൾ തന്നെ തീരുമാനമെടുത്തു. വളരെ പെട്ടെന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് കയ്യൂർ രക്തസാക്ഷികൾക്കൊരു സ്മാരകം ഉയർന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒന്നാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു നാൾ നിങ്ങൾ ജയിലിനകത്ത് തൂക്കിലേറ്റപ്പെട്ടത് കൊടും കുറ്റവാളി എന്ന് ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടാണെങ്കിൽ ആ ജയിലിനകത്ത് ഒരിക്കലും മരിക്കാത്ത നിങ്ങളുടെ സ്മരണയ്ക്ക് വേണ്ടി രക്തസാക്ഷി കുടീരം പടുത്തുയർത്തുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, അതിന് ഭരണകൂട സംവിധാനങ്ങളുടെ കീഴ്വഴക്കങ്ങൾ ബാധകമല്ല എന്ന സമീപനമാണ് സഖാവ് VS സ്വീകരിച്ചത്. അന്ന് പാർട്ടിയുടെ ജില്ലയിലെ ചുമതലയുള്ള ഒരു സഖാവ് എന്ന നിലയിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കുവഹിക്കാൻ ഇടവന്നതുകൊണ്ടാണ് ഞാൻ അക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങൾ ഈ കേരളത്തിലുണ്ട്.
പത്രങ്ങളും ചാനലുകൾ സജീവമാവാതിരുന്ന കാലത്ത്, സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു കാലത്ത്, മറ്റെല്ലാ മാധ്യമങ്ങളും ചേർന്ന് അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടേയിരുന്നു. വെട്ടി നിരത്തലുകാരനാണ്. VS കുറിച്ച് മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്ന കാർട്ടൂണിന്റെ ഒരു സ്കെച്ചുണ്ട്, മറന്നുപോയില്ല നമ്മൾ. ആ സ്കെച്ച് ഒരു ഭാഗത്ത് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന തലയെക്കെട്ടും മടക്കി കുത്തിന് താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന ട്രൗസറും ഇട്ട് വെട്ടി നിരത്താൻ പോകുന്ന ഒരാളുടെ സ്കെച്ചാണ് സഖാവ് VS അച്യുതാനന്ദൻ അവർ വരച്ചു കൊടുത്തത്. സഖാവ് VS ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അതേ മലയാള മനോരമ എഴുതി, സഖാവ് VS ശരിയായിരുന്നു. ഈ കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന പത്രമാണ് മലയാള മനോരമ. ആ പത്രം എക്കാലവും സഖാവ് VS ഇകഴ്ത്തി കാണിക്കുകയായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് അവർ പറഞ്ഞു സഖാവ് VS ആയിരുന്നു ശരി. എന്തുകൊണ്ട്? ഓർമ്മിക്കണം, കേരളത്തിൽ പ്രളയവും പ്രകൃതിക്ഷോഭവും ദുരന്തവും വന്നപ്പോൾ അത് ഗാഡ്ഗിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മാധവ് ഗാഡ്ഗിൽ ഇത് മുമ്പേ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞവർ ഓർമ്മിക്കാത്ത, പറയാൻ തയ്യാറാകാത്തൊരു കാര്യമുണ്ട്. തണ്ണീർത്തടങ്ങളും വയലുകളും സംരക്ഷിച്ചുകൊണ്ട് ഈ നാടിന്റെ പരിസ്ഥിതിയും ഭക്ഷ്യ സുരക്ഷയും ഉറപ്പാക്കണമെന്ന് പറഞ്ഞത് ആരായിരുന്നു? കർഷക തൊഴിലാളി യൂണിയന്റെ നേതാവായിരുന്നു കൊണ്ട് കാർഷിക തൊഴിലാളികളുടെ ജീവന പ്രശ്നം എന്ന നിലയ്ക്ക് മാത്രമല്ല, ഈ ഭൂമിയുടെ പാരിസ്ഥിതിക പ്രശ്നമായി കണ്ടുകൊണ്ടാണ് തണ്ണീർത്തടങ്ങളും വയലുകളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ പ്രസ്ഥാനത്തെയും പാർട്ടിയെയും ഒരുപോലെ സജ്ജമാക്കി സഖാവ് VS. പാർട്ടി കോൺഗ്രസ് തന്നെ വിലയിരുത്തിയിട്ടുണ്ട് പാരിസ്ഥിതിക സംരക്ഷണത്തിന്റെ ആവശ്യകതയെ കുറിച്ച്. പക്ഷെ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചാലും പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് പ്രായോഗിക പ്രവർത്തനത്തിൽ ഈ പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനം എങ്ങനെ നടപ്പാക്കപ്പെടും, എങ്ങനെ നടപ്പാക്കപ്പെടണം എന്നതിനെ കുറിച്ച് ചിലപ്പോ വേണ്ടത്ര വ്യക്തതയും പ്രായോഗിക പ്രവർത്തനങ്ങളിൽ ആഴത്തിലിറങ്ങിയ പ്രവർത്തനങ്ങളും ചിലപ്പോൾ ഉണ്ടാവാതെ പോയെന്നിരിക്കാം. അവിടെയാണ് അതൊന്നുമില്ലാതെ തന്നെ സഖാവ് VS ഈ തണ്ണീർത്തടങ്ങളും വയലുകളും നികത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ താൻ ഏറ്റവും കൂടുതൽ ഇകഴ്ത്തപ്പെട്ടിട്ട് പോലും വിട്ടുവീഴ്ചയില്ലാതെ ഒടിയുറച്ചു നിന്നു. സഖാവ് VS മുഖ്യമന്ത്രിയായതിനെ തുടർന്ന് തണ്ണീർത്തടങ്ങളും വയലുകളും സംരക്ഷിക്കുന്നതിനു വേണ്ടി തണ്ണീർത്തട വയൽ നികത്തൽ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നു. ഇന്ന് ഈ 2026 ഇന്ത്യ ഗവൺമെന്റിന് അത്തരമൊരു നിയമമുണ്ടോ? ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത്തരമൊരു നിയമമുണ്ടോ? ചില സംസ്ഥാനങ്ങളിൽ ചില നിയമങ്ങളുണ്ട്. അത് കാർഷിക ആവശ്യത്തിനുള്ള ഭൂമി പരിവർത്തനപ്പെടുത്തണമെങ്കിൽ അതിന് അനുമതി വാങ്ങണം എന്ന നിയമം. എന്നാൽ ഏതൊരാവശ്യത്തിനായിരുന്നാലും തണ്ണീർത്തടങ്ങളും വയലുകളും നികത്തിക്കൂടെന്നുള്ള ഒരു നിയമം ഇന്ത്യ മഹാരാജ്യത്തിൽ കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ആ ദീർഘദർശിത്വത്തിന് ഒരു പ്രൈമറി സ്കൂൾ അക്കാദമിക വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമയുള്ള ഒരു ശ്രോതാവും ഒരു മികച്ച പഠിതാവുമായിരുന്നു എന്നുള്ളത്. സഖാവ് VS ഒരിക്കലും താൻ എല്ലാം അറിയുന്ന ഒരാളാണെന്ന് കരുതിയിട്ടേയില്ല. തനിക്കെല്ലാം അറിയാം. തനിക്ക് ആരുടെയും ഉപദേശം ആവശ്യമില്ല. തന്നെ ആരും ഒന്നും പഠിപ്പിക്കാൻ വരേണ്ടതില്ല എന്നൊരിക്കലും ചിന്തിക്കാത്ത ഒരു ശ്രോതാവും പഠിതാവുമായിരുന്നു സഖാവ് VS.
അതേതൊരു മനുഷ്യനും സാധാരണക്കാരനും ആവശ്യമുള്ളൊരു അടിസ്ഥാന ഗുണമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ പലപ്പോഴും നമുക്കത് കൈമോശം വന്നു പോകുന്നു. കേൾക്കാനുള്ള ക്ഷമയില്ല, കേട്ടത് മനസ്സിലാക്കാനുള്ള ശ്രമമില്ല. ഇത് രണ്ടുമില്ലെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഒന്നുപോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന വേദനാജനകമായ വിവരക്കേടിൻ്റേത് മുതൽ അടിസ്ഥാനപരമായ ധാരണയില്ലായ്മയുടേത് വരെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്ക് ചുറ്റുമുണ്ട്. ഒരാൾക്ക് വിവരം കുറവാണെന്നുള്ളത് ഒരിക്കലും ഒരു കുറ്റമല്ല, അതൊരു തെറ്റല്ല. വിവരം ജന്മന ഉണ്ടാവുന്നതല്ല. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാനിടയുള്ള അറിവിനെ തിരസ്കരിക്കുക എന്നുള്ളതും അറിവില്ലാതെ പ്രതികരിക്കുക എന്നുള്ളതും അക്ഷന്തവ്യമായ തെറ്റാണ്. എല്ലാം അറിയുന്നവരായിട്ട് ആരും ഈ ഭൂമിയിലില്ല. അപ്പൊ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന അറിവ് അത് അമൃതിന് തുല്യമാണ്. സഖാവ് VS അടയാളപ്പെടുത്തപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം ഇതാണെന്ന് നമ്മൾ ഓർമ്മിക്കണം. സഖാവ് VS ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ എങ്ങനെ മാതൃകയായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിസ്വരായ മനുഷ്യരുടെ പ്രയാസങ്ങൾ കേൾക്കാനും തന്റെ കഴിവും ശേഷിയും അതിന്റെ പാരമ്യത്തോളം ആ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരുന്നു എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം ഈ ഭൂമിയും മാനവരാശിയും അത് വരും തലമുറകൾക്ക് വേണ്ടി കൂടി നിലനിൽക്കപ്പെടണമെന്ന് ചിന്തിച്ചു എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഞാൻ ഈ പറഞ്ഞതുപോലെ കേൾക്കാനും കേട്ടതിനെ കുറിച്ച് പഠിക്കാനും പഠിച്ചത് പ്രാവർത്തികമാക്കാനുമുള്ള മനസ്സായിരുന്നു, ഇച്ഛാശക്തി. മറ്റൊരു തലം സഖാവ് VSനെ നാം തിരിച്ചറിയുന്നത് തെറ്റുകളോടുള്ള തനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതിനോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത എതിർപ്പാണ്. തിരുവിതാംകൂർ രാജവംശം, പത്മനാഭസ്വാമി ക്ഷേത്രം, അതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും തർക്കങ്ങളും ഉയർന്നു വന്നപ്പോൾ സഖാവ് VS സ്വീകരിച്ചൊരു നിലപാട്. ഇപ്പൊ നമ്മള് A നിലവറ, B നിലവറ, പിന്നെ വേറെ നിലവറ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. രാജാവ് ദിവസവും കൃത്യമായി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകും. സഖാവ് VSന് ഒരു വിവരം ലഭിച്ചു. ആ വിവരം അദ്ദേഹം തിരികെ പോകുമ്പോൾ വിലപ്പെട്ട നിധികൾ, നിക്ഷേപങ്ങൾ അവിടെ സൂക്ഷിക്കപ്പെടേണ്ടത് നഷ്ടപ്പെടുന്നു. അത് പറയാൻ പാടില്ല എന്ന് അറിയുന്ന പലരും അദ്ദേഹത്തെ ഉപദേശിച്ചു. അത് വലിയ പ്രശ്നം ഉണ്ടാവും, അത് പ്രതികരിക്കരുത്. പക്ഷെ സഖാവ് VS നന്നായി അതിനെക്കുറിച്ച് പഠിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ കൃത്യമായി കുറിക്കുകൊള്ളുന്ന വിധത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. അത് പിന്നീട് നീറി പുകഞ്ഞ് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ വലിയ നിലവറകളും ഒരുപക്ഷെ ലോകത്തൊരു ആരാധനാലയത്തിനും അവകാശപ്പെടാനില്ലാത്ത വണ്ണം അത്രയേറെ വലിയ നിധി നിക്ഷേപങ്ങളും ഉണ്ടെന്നും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള തുടക്കം കുറിക്കുന്നതിൽ ഒരു കാരണക്കാരനായി മാറാൻ സഖാവ് VSന് കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മതികെട്ടാൻ മലയിലേക്ക് തന്റെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു കയറി നിന്നത് ഒരു മതികെട്ടാന് മുകളിലേക്കല്ല, മറിച്ച് കൊള്ളരുതായി മകളുടെ മുകളിലേക്കാണ് ആ കാല് ചവിട്ടി നിന്നത്. ഈ കേരളത്തിൽ എല്ലാവിധ ദുഷ്പ്രഭുത്വങ്ങളും
അതിനെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതാവായി നിലകൊണ്ടുകൊണ്ട് സ്വീകരിച്ച സഖാവ് VS അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് തോന്നിപ്പോയിട്ടുണ്ടാവും സഖാവ് VS ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലേ, ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിന്റെ ചട്ടക്കൂടുകൾക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനല്ലേ? ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം ശരിയെന്നാണ്. സഖാവ് VS ഒരൊറ്റയാനല്ല, സഖാവ് VS ഒരു വ്യക്തിയല്ല, സഖാവ് VS ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. രണ്ടാമത്തത്, ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കുന്ന വ്യക്തി ആ പ്രസ്ഥാനത്തിന് നിരക്കുന്ന വിധത്തിൽ തന്നെ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കേണ്ടതല്ലേ? ശരിയാണ്. ഈ രണ്ട് ചോദ്യങ്ങൾക്കും നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും സഖാവ് VSനെ നാം കാണുന്നത് അതിനപ്പുറത്താണ്. അതിനപ്പുറത്തെന്ന് പറയുമ്പോൾ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം തനിക്ക് പറയാനുള്ളത് VS പറയും. എന്നിട്ടോ ആ പറഞ്ഞത് തെറ്റാണെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയാൽ അദ്ദേഹം അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി ഞാൻ പറഞ്ഞ കാര്യം പാർട്ടി കേന്ദ്ര കമ്മിറ്റി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, ഞാൻ അക്കാര്യത്തിൽ തെറ്റുകാരനാണ്, എൻ്റെ തെറ്റ് ഞാൻ പാർട്ടിക്കകത്ത് അംഗീകരിക്കും. ഇങ്ങനെ സഖാവ് VS പറഞ്ഞ സന്ദർഭങ്ങൾ ഓർത്തെടുത്താൽ ഒന്നിലേറെ തവണകളിൽ ഉണ്ടെന്ന് നമ്മൾ ഓർമ്മിക്കണം. അപ്പോഴങ്ങനെയൊന്നുമില്ല എന്നുള്ളത് നമുക്ക് വേണ്ടി വന്നത് അത് നമ്മൾ ഓരോരുത്തരും നമുക്ക് ചുറ്റുമുള്ള ആളുകളോട് എങ്ങനെ പെരുമാറി എന്നുള്ളതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആരെങ്കിലും ഒരാള് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാമിനോടോ അദ്ദേഹത്തിന്റെ മരണശേഷം പാർട്ടിയുടെ ചുമതല വഹിച്ച സഖാവ് പ്രകാശ് കാരാട്ടിനോടോ പാർട്ടി കോൺഗ്രസിനെ തുടർന്ന് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട MA ബേബിയോടോ അനുകൂലമോ പ്രതികൂലമോ ആയിട്ടുള്ള അഭിപ്രായം നമ്മുടെ പാർട്ടി സഖാക്കൾക്കിടയിൽ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ? എന്നാൽ കേരളത്തിൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കുന്ന വിധത്തിൽ ചാനലുകളും പത്രങ്ങളും നമ്മുടെ നേതാക്കളിൽ കുറച്ചുപേരെ ഇകഴ്ത്തിക്കാണി. അത് VS അച്യുതാനന്ദനോട് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ട് ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ യഥാർത്ഥത്തിൽ നാടിനും ജനങ്ങൾക്കും എന്താണ് പ്രശ്നം? നമ്മൾ ഓരോരുത്തരെയും സമീപിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ അഭിമുഖീകരിച്ചത് എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. ഞാൻ ചോദിക്കുന്നത്, ഒരു വീട്ടിൽ ഒരാൾക്കൊരു രോഗം വന്ന് നിവൃത്തിയില്ലാത്ത സ്ഥിതി വന്നാൽ ആരെങ്കിലും മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാനോ മന്ത്രിമാരോട് സംസാരിക്കാനോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോട് പറയാനാണോ പുറപ്പെടുക? അല്ല, നമ്മളോടാണ് പറയുന്നത്. പ്രാദേശികമായി ചില കാര്യങ്ങൾ നമുക്ക് ഒരു നിവൃത്തിയുമില്ലാത്ത കാര്യങ്ങളുണ്ടാവും. എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ, പൂഴി കടത്തി കൊണ്ടുപോകുന്ന ലോറി പിടിക്കുമ്പോൾ ആളുകൾ ഓടി വരും. ലോറി പിടിച്ചു, നമ്മളെന്താ ചെയ്യുക? പാസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ അയാൾ എന്താ പറയുക? ഇല്ല. പിന്നെ നമ്മളെന്താ പറയുക? ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആലോചിച്ചാൽ മതി. പിന്നെന്താ പറയുക? പിന്നൊന്നുമില്ല. പാസ് ഇല്ലെങ്കിൽ പിന്നെന്താ ചെയ്യുക? പോലീസ് പിടിക്കും. ഇതാണ് പ്രശ്നം. 3 ആള് ബൈക്കിൽ പോയി, അല്ലെ ഒരാൾ ബൈക്കിൽ പോയി, ഹെൽമെറ്റ് ഇല്ല, പോലീസ് പിടിച്ച്. അപ്പോൾ ഉടനെ ഫോണാണ്, ഞാൻ സ്റ്റേഷനിലാണ് ഉള്ളത്, എന്നെ പോലീസ് പിടിച്ചിട്ടുള്ളത്. ആരെയാണ് വിളിക്കുന്നത്? LC മെമ്പർ, ബ്രാഞ്ച് സെക്രട്ടറി. എന്തിനെന്നെ പിടിച്ച്? ഹെൽമെറ്റ് ഇല്ലായിട്ട്. നീ ഹെൽമെറ്റ് ഇല്ലാണ്ടാ പോയി? ആ, ഹെൽമെറ്റ് ഇല്ലാണ്ടാ പോയി. ആ, എന്നാ പിന്നെ വേറെ കുറച്ച് കാര്യമില്ല. ഞാൻ പറയുന്നത് നിയമവിരുദ്ധമായ എന്നാൽ വലിയ കുറ്റകൃത്യങ്ങളല്ലാത്ത ഒരുപാട് പെശകുകൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നിയമം നോക്കിയ ബസ്സിൽ 11 ആക്കേ നിൽക്കാൻ പറ്റും. 12ാമത്തെ ആൾ എന്ത് വേണം? ബസ്സുകാർ കയറ്റാണ്ട് പോകണം. അങ്ങനെയാണോ നമ്മളെ ബസ് സർവീസ് നടത്തുന്നത്? അങ്ങനെ സർവീസ് നടത്താൻ പറ്റും?
RTO കൈ കാണിച്ച് 12ാമത്തെ ആളെ ഉണ്ടെങ്കിൽ ഇറക്കാം, കേസെടുക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് നിയമമുണ്ട്. ഇതെല്ലാം തെറ്റിച്ചതിൻ്റെ പേരിൽ എപ്പോഴും ആളുകൾ നിയമത്തിൻ്റെ മുൻപിൽ പ്രതിക്കൂട്ടിലാവുകയും ചെയ്യും. രോഗം വരുന്നത് ആലോചിക്കും. നമ്മുടെ സഹകരണ ആശുപത്രിയിൽ പോകുന്നു, ചികിത്സ തേടുന്നു, ബില്ല് വരുന്നു, അപ്പോൾ ഉടനെ ഫോണാണ്. എന്താ ഫോണ്? അച്ഛൻ നാളെ ഡിസ്ചാർജ് ആവും, വലിയ പൈസയാണ്. എത്ര റുപ്യാണ്? 85,000. ഞാനെന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് പറയുമോ? ആരോഗ്യം അല്ലെങ്കിൽ ആസ്പത്രിയിൽ പറയുമോ? നിങ്ങൾ LC സെക്രട്ടറിക്ക് പറയാൻ പറ്റുമോ? അല്ല, ഏരിയ സെക്രട്ടറിക്ക് പറയാൻ പറ്റും, ജില്ലാ സെക്രട്ടറിക്ക് പറയാൻ പറ്റും, ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്ന, ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള ഒരു 100 കാര്യമല്ല ആൾ ചോദിക്കുക. അപ്പം നിങ്ങളെന്താ പറയുക? നമ്മളെന്താ പറയുക? ചെയ്യാൻ പറ്റുന്നത് ചെയ്യാമെന്നും പറ്റാത്തത് പറ്റൂല എന്നും പറയും. ഇനി പറ്റാത്തത് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും? ഇതാണ് ചോദ്യം. പറ്റാത്തത് പറ്റുമെന്ന് നിങ്ങളാരും പറയണ്ട. പക്ഷേ ഈ ഗതികെട്ട് നിൽക്കുന്ന ഒരുത്തനുണ്ട്, ഓൻ്റെ ഒരു അവസ്ഥയുണ്ട്, ഓൻ നിങ്ങളെ വിളിച്ചതിനൊരു കാരണമുണ്ട്, നിങ്ങൾ എന്തോ ഒരു വഴി കണ്ടെത്തും എന്ന് പ്രതീക്ഷിച്ചു. ആ സമയത്ത് കേൾക്കുന്നതിന് കൊടുക്കേണ്ട ഒരു ക്ഷമയുണ്ട്, അതിന് കൊടുക്കേണ്ട ഒരു പ്രതികരണത്തിൻ്റെ ടോൺ ഉണ്ട്. ടോൺ മനസ്സിലായില്ലേ? മൂളിയത് മൂളൽ തന്നെയാണ്, പക്ഷെ മൂളുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേൾക്കുന്നവനെ വേദനിപ്പിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും. മനസ്സിലായി നിങ്ങൾക്ക്? ഇത് മനസ്സിലാവണമെങ്കിൽ ഇതുപോലെ തോറ്റാലേ മനസ്സിലാവും. കൂടുതൽ നിങ്ങളെല്ലാവരെയും വിചാരം പിണറായി വിജയൻ്റെ കുറ്റം കൊണ്ടായി ഇതെല്ലാം സംഭവിച്ചതാണ്. അതിലെല്ലാവർക്കും ഒരു സമാധാനം. നമ്മളെന്താ ചെയ്തിന്? നമുക്ക് അതിൽ അങ്ങുള്ള വോട്ടർ ഗോവിന്ദ മാഷ്, EP ജയര, അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ എല്ലാവരുടെ പേര് അവരെല്ലാം. നമുക്കെന്താ തെറ്റ്? നമ്മളെന്താ പ്രശ്നം? നമ്മളെപ്പം പാർട്ടി പറയുമ്പോൾ ചെയ്തില്ല. നമ്മളെന്താ പാർട്ടി പറയുമ്പോൾ? നിങ്ങളൊന്നും പാർട്ടി പറയുമ്പോൾ ചെയ്തില്ല. നിങ്ങളെല്ലാം മര്യാദയ്ക്ക് പാർട്ടി പറയുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗതികേട് ഉണ്ടാവുക. എന്ത് ഗതികേട്? ഞാൻ ചോദിക്കുന്നത്, ഒരു ചെറിയൊരാവശ്യം വന്നാൽ ആദ്യം ആരെയും വിളിക്കുക? പിണറായി വിജയനാ? ഹലോ, പിണറായി വിജയനല്ലേ? അതാ വിളിക്കുക. നന്ദ ഏടിയുള്ളേ? ഇതല്ലേ വിളിക്കുക. ജേഷ് ഏടിയുള്ളേ? വേറെ ആരും വിളിക്കാനാ? സത്യം പറഞ്ഞാൽ ഓരോ വിളിക്കും ആ വിളിക്കുന്നവൻ ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്ന വിധത്തിലാണ് നിങ്ങൾ വിളി കേട്ടതെങ്കിൽ, ആരെക്കുറിച്ച് എന്തെല്ലാം പരിഹാസവും ആക്ഷേപവും കുറ്റപ്പെടുത്തലുകളും നമുക്ക് ചുറ്റും ഉയർന്നു വന്നാലും അവർ നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെയും പ്രസ്ഥാനത്തെയും പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെന്ന്. അവിടെയാണ് പ്രശ്നം. നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ വിളിക്കുന്നവന്, ഞാൻ വളരെ ലളിതമായിട്ട് പറയുന്നത്, കയ്യിലുള്ളവനല്ലേ കൊടുക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? കയ്യിൽ നിങ്ങൾക്ക് വേണം ആദ്യം എന്തെന്ന്? വിശ്വാസം, ആത്മവിശ്വാസം, ബോധ്യം. അത് നിങ്ങൾക്കില്ലെങ്കിൽ വിളിക്കുന്നവർ നിങ്ങൾ എന്നാ കൊടുക്കണ്ടു? അപ്പോ ഇത് നല്ല ബോധ്യം നമുക്കുണ്ടാവും. ഞാനിത് സൂചിപ്പിക്കുന്നത് നിങ്ങളെല്ലാം കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞൊന്നുമില്ല, പക്ഷെ ഒരു ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആ ജീവിതാനുഭവം ഉണ്ടാവുന്നത് ഞാൻ ജനിച്ചതും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതും ചൊക്ലിയും മേലപ്പുറം പോലത്തെ സ്ഥലത്തല്ലാത്തതുകൊണ്ട്, ഒരു പാർട്ടിക്കാരും ഇല്ലാത്ത, പാർട്ടി എന്ന് പറഞ്ഞാൽ, പാർട്ടി നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബഹുമാനം കിട്ടുന്ന ഒരു സ്ഥലത്തല്ല ഞാൻ ജീവിച്ചത്. പാർട്ടി ഇല്ലാത്ത, പാർട്ടിക്ക് ഒരു തരത്തിലും ഒരു അംഗീകാരവും ഇല്ലാത്ത കിഴക്കൻ മലയോര പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ കർണാടകത്തിൻ്റെ അതിർത്തിയിലാണ് ഞാൻ ജീവിച്ചത്. അവിടെയാണ് ഞാൻ പാർട്ടി സെക്രട്ടറി ആയത്. ഞാൻ പാർട്ടി സെക്രട്ടറി, ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഒരു ബഹുമാനവും ഇല്ല. CPM ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു 10 നയാ പൈസയുടെ ബഹുമാനം കിട്ടണ്ടേ? കിട്ടാത്ത സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്നത് എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. മറ്റുള്ളവരെ കേൾക്കാനും പറയാനും വിനയം ഉണ്ടാവാനും ഒക്കെ ഒരു അടിസ്ഥാനം നമുക്കില്ലാത്തത് അതെന്താണ്? സ്വാഭാവികമായി വന്നു ചേരുന്ന അധികാരവും സ്ഥാനവും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അംഗീകാരവും ബഹുമാനവും നമുക്കില്ലെങ്കിൽ നമ്മളത് പിടിച്ചു പറ്റുക തന്നെ. പിടിച്ചു പറ്റണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിലൂടെ മാത്രമേ നമുക്കത് പിടിച്ചു പറ്റാൻ പറ്റൂ.
സഖാവ് VS അനുസ്മരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട് എനിക്ക് പറയാനുള്ളത്, വ്യക്തിപരമായി സഖാവ് VS കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാകട്ടെ, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാകട്ടെ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോഴായിരുന്നുകൊള്ളട്ടെ, അതല്ല PB മെമ്പർ ആകുമ്പോഴായിരുന്നുകൊള്ളട്ടെ, ഏത് സ്ഥാനത്തിരിക്കുമ്പോഴും അവിശ്വസനീയമായ തോതിൽ ഏതൊരാളെയും കേൾക്കാനുള്ള ക്ഷമയായിരുന്നു. അവിശ്വസനീയമായ തോതിൽ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടു നിർത്തി. ആർക്കും അദ്ദേഹത്തെ കാണാൻ പോകാം, ഏത് സമയത്തും കാണാൻ പോകാം, അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയാം. അദ്ദേഹത്തിന് ചില ജീവിത നിഷ്ഠകളുണ്ട്. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ച അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് എല്ലാവർക്കും അറിയുന്ന കുറേ കാര്യങ്ങളാണ് ജീവിത നിഷ്ഠ. അതിലൊരു വിട്ടുവീഴ്ചയില്ല. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി കാര്യങ്ങളിലൊന്നും യാതൊരു പിടിവാശിയുമില്ലാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. ആരെ കേൾക്കാനും ആരോട് സംസാരിക്കാനും എത്ര സമയം സംസാരിക്കാനും എങ്ങനെയെല്ലാം അവരെ ഉൾക്കൊള്ളാനും അദ്ദേഹത്തിന് സാധിച്ചു. VS പോലെ ഒരാൾ നമ്മളോടൊപ്പം ഇല്ലാതാകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ സാധിച്ചാൽ, പ്രിയപ്പെട്ട സഖാക്കളെ, കമ്മ്യൂണിസ്റ്റുകാർ അനുസ്മരണ ദിനങ്ങളിലൂടെ, രക്തസാക്ഷി ദിനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് വേറൊന്നല്ല. ഇത് മതപരമായ ഒരു ആചാരമോ അനുഷ്ഠാനമായിട്ട് നടത്തുന്നതല്ല. ജൂലൈ 21 അനുസ്മരണം, അത് AKG ദിനായാലും കൃഷ്ണപിള്ള ദിനായാലും EMS ദിനായാലും മറ്റേതൊരു ദിനാചരണങ്ങളായാലും സഖാവ് പുഷ്പന്റെ ദിനാചരണമായാലും നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഒരൊറ്റ ഉദ്ദേശവും, ജീവിച്ചിരുന്ന കാലത്ത് ധീരരായ രക്തസാക്ഷികൾ അവരുടെ ജീവൻ കൊണ്ട്, ത്യാഗധനന്മാരായ നേതാക്കന്മാർ അവരുടെ ജീവിതം കൊണ്ട് ഈ സമൂഹത്തിന് പകർന്നു നൽകിയത് എന്താണോ, അവരുടെ അഭാവത്തിൽ, അവരുടെ അസാന്നിധ്യത്തിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവിശ്രമമായ അശ്രാന്ത പോരാട്ടത്തിൽ നാം ഭാഗമാക്കാം. ആ പ്രതിജ്ഞ, ആ ഓർമ്മപ്പെടുത്തലാണ്, ആ സ്വയം ബോധ്യമാണ്. അതിനുവേണ്ടിയാണ് നാം അനുസ്മരണ ദിനങ്ങൾ ആചരിക്കുന്നത്. തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ സഖാവ് VS വായിച്ചെടുക്കാൻ, രേഖപ്പെടുത്താൻ, ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാം സാധിക്കണം. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം നമുക്ക് നന്നായിട്ട് അറിയാം. അതെത്രമാത്രം ഇതിന് പ്രാധാന്യം നൽകുന്നു. ആ ഒരു ഭാഗം കൂടി ചെറുതായി നിങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെടുന്ന വിധത്തിൽ BJPയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ ഈ രാജ്യത്തും സംസ്ഥാനങ്ങളിലാകെയും അധികാരം പടിപടിയായി ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് കേരള സംസ്ഥാനത്തെ അധികാരം നമുക്ക് നഷ്ടപ്പെടുന്നത്. അത് അത്യന്തം ഗൗരവമുള്ള ഒന്നു തന്നെയാണ്. എന്നാൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടാതെ നമുക്ക് എല്ലാം വീണ്ടെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അനുനിമിഷം നാം കാണുന്നത്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഒരു കൂട്ടം ചെറുപ്പക്കാർ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ, അവർ ഒരു ജഡ്ജിയുടെ പരാമർശത്തിൽ ആ ചെറുപ്പക്കാരടങ്ങുന്ന ഒരു വലിയ സഞ്ചയത്തെ, സമൂഹത്തെ വെറും പാറ്റകളായിട്ട് ചിത്രീകരിച്ചു. പാറ്റകളാണ്. പക്ഷേ ആ ജഡ്ജിയുടെ പരാമർശത്തിൽ നിന്ന് ആളിക്കത്തിയ രോഷം ലക്ഷോപലക്ഷം യുവതി യുവാക്കളെയാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കാരണമായത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJPയുടെ നേതൃത്വത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് അതിന്റെ വർഗീയ താല്പര്യങ്ങൾ ഏതെല്ലാം വിധത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനും അവരുടെ അധികാരം തുടരുന്നതിനുമുള്ള ആയുധമായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാലും അതിനെല്ലാം ഒരു നിമിഷത്തെ ആയുസ്സേ ഉണ്ടാവൂ ഇത്തരം ചില സന്ദർഭങ്ങളിൽ നിന്ന് നാം തിരിച്ചറിയുകയാണ്. ചെറിയ കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്തരം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അനുനിമിഷം നമ്മുടെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരികയാണ്. അങ്ങനെ ഉയർന്നു വരുന്ന സന്ദർഭങ്ങളിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടുകൂടി ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചാൽ BJP എന്നല്ല, ഏതൊരു ശക്തിയെയും മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മാനവരാശിയുടെ ഇതപര്യന്തമുള്ള ചരിത്രം.
താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും മുതലാളിത്ത ശക്തികൾക്ക്, സാമ്രാജ്യത്വ ശക്തികൾക്ക് മേൽക്കൈയുണ്ട്, സംശയമില്ല. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ലോകമാകെ ഭരിക്കുന്നു എന്നാണ് അയാൾ കരുതുന്നത്. ലോകമാകെ ഭരിക്കുന്നു എന്ന നാട്യത്തിലാണ് ലോക സംഭവ വികാസങ്ങളെ അയാൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓർമ്മിക്കണം, ഒരു ചെറിയ രാജ്യത്തോട് അമേരിക്കൻ ഭരണാധികാരികൾക്ക് അവരുടെ വിടുപണി ചെയ്യുന്ന പിണയാളുകളായ ഇസ്രയേലിന്റെ രാഷ്ട്രീയ കുതന്ത്രങ്ങളും അമേരിക്കയുടെ ആയുധശേഷിയും ഒപ്പത്തിനൊപ്പം ശ്രമിച്ചിട്ടും വളരെ ചെറിയൊരു രാജ്യത്തെയും ജനങ്ങളെയും അവർക്ക് മുട്ടുകുത്തിക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ മാനവരാശിയുടെ ഭാവിയെ കുറിച്ച് നാം ആശങ്കാകുലരല്ല ആവേണ്ടത്, പ്രതീക്ഷയുള്ളവരാവണം. ലോകം ഒരേകാധിപതിക്കുമൊപ്പമല്ല നിലകൊണ്ടത്. ആയിരുന്നെങ്കിൽ ഹിറ്റ്ലറും മുസോളിനിയും ലോകാധിപത്യം നേടുമായിരുന്നു. അതിനവർക്ക് അവസരം ലഭിച്ചില്ല, അവർക്ക് അതിനിടയാവുകയുമില്ലെങ്കിൽ ഒരു ഡൊണാൾഡ് ട്രംപിനും ഈ ലോകത്തെ ഭരിക്കാനാവില്ല. ഒരു നരേന്ദ്രമോദിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജനങ്ങളെ ആകെ അടിച്ചമർത്താനും ജനഹിതത്തിനെതിരായി പ്രവർത്തിക്കാനും സാധിക്കില്ല. ഒരുപക്ഷെ താൽക്കാലികമായി അമേരിക്കൻ സാമ്രാജ്യത്വത്തിനും ഇന്ത്യയിലെ വർഗീയ ശക്തികൾക്കും നേട്ടം കൈവരിക്കാൻ സാധിച്ചെന്നിരിക്കും. എന്നാൽ ജനങ്ങളോടൊപ്പം നിന്ന് ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ അതിനെല്ലാം മറികടക്കാനും അതിജീവിക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ള ഉത്തമ പ്രതീക്ഷയാണ് സഖാക്കളെ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. പ്രിയപ്പെട്ട സഖാവ് VS-ന്റെ ഓർമ്മകൾ നമുക്ക് ആ മുന്നോട്ടുള്ള കുതിച്ചുചാട്ടത്തിന് കൂടുതൽ കരുത്ത് പകരട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഖാവ് VS-ന്റെ വേർപാട് നമ്മ ഒരു വർഷം പിന്നിടുമ്പോഴേക്കും നമ്മളെ നന്നായി ബോധ്യപ്പെടുത്തുന്നു. സഖാവ് VS മരിച്ചിട്ടില്ല, അദ്ദേഹം ജീവിക്കുന്നു. നമ്മളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ ആ തിരിച്ചറിവ്, ആ സാന്നിധ്യം, അതാണ് എല്ലാ മൺമറഞ്ഞ രാഷ്ട്രീയ നേതാക്കളോടും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടും നമുക്കുള്ളത്. അവരെല്ലാം നമ്മളിലൂടെ വരും തലമുറയ്ക്ക് വേണ്ടി ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഖാവ് VS-ന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. എടച്ചേരിക്കാർക്ക് മുഴുവൻ മധുരിക്കുന്ന ഒരു വിശേഷം പറയട്ടെ. നിങ്ങളുടെ എല്ലാ സന്തോഷ നിമിഷങ്ങൾക്കും മധുരം പകരാൻ നമ്മുടെ എടച്ചേരിയിൽ എത്തുന്നു കേക്ക് ഹെവൻ. ബർത്ത്ഡേ, വെഡിങ്, എൻഗേജ്മെന്റ്, ആനിവേഴ്സറി, ഗെറ്റ് ടുഗദർ, അങ്ങനെ ഫംഗ്ഷൻസ് ഏതുമാകട്ടെ, ആഘോഷങ്ങൾക്ക് മധുരം നിറയ്ക്കാൻ ഇനി കേക്ക് ഹെവൻ കൂടെയുണ്ട്. എല്ലാവിധ പേസ്ട്രി ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഇത് മാത്രമല്ല കേട്ടോ, ഷേക്സ്, ഫലൂദ, ഷവർമ, മോജിറ്റോ, ക്ലബ് സാൻഡ്വിച്ച് തുടങ്ങിയ എല്ലാ ഐറ്റംസും നല്ല ക്വാളിറ്റിയിൽ ഇവിടെ ലഭ്യമാണ്. അപ്പൊ എടച്ചേരിയുടെ ഈ പുതിയ മധുരം ആസ്വദിക്കാൻ ഒട്ടും വൈകിക്കേണ്ട, നേരെ കേക്ക് ഹെവനിലേക്ക് പോന്നോളൂ. ഡൈനിങ് മാത്രമല്ല, നമുക്ക് ഹോം ഡെലിവറി ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ. ഓർഡർ ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ.